കെഎസ്ആർടിസി ബസ്സുകളിൽ വനിതകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമായി സർക്കാർ നടപ്പിലാക്കുന്ന പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ പെരിന്തൽമണ്ണ മണ്ഡലതല ഉദ്ഘാടനം നജീബ് കാന്തപുരം എംഎൽഎ നിർവഹിച്ചു. പദ്ധതി യാഥാർത്ഥ്യമായതോടെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ നേട്ടം ലഭിക്കുക പെരിന്തൽമണ്ണ ഡിപ്പോയ്ക്കായിരിക്കും. മലബാറിലെ ടൗൺ ടു ടൗൺ സർവീസുകൾ കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉത്തരവിറങ്ങിയതോടെയാണ് പെരിന്തൽമണ്ണ ഡിപ്പോയിൽ നിന്നുള്ള ഭൂരിഭാഗം ബസ്സുകളിലും യാത്രക്കാർക്ക് സൗജന്യ യാത്രയ്ക്ക് വഴി തുറന്നത്. പെരിന്തൽമണ്ണ ഉൾപ്പെടെ മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിലും പദ്ധതിയുടെ ഉദ്ഘാടനവും ഇതിന്റെ ഭാഗമായി കെഎസ്ആർടിസി ബസ്സുകൾക്ക് പ്രത്യേക സ്വീകരണവും നൽകി. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പെരിന്തൽമണ്ണ ഇതിലെ ഏറ്റവും നല്ല ഗുണഭോക്താക്കളിൽപ്പെട്ട ഒരു പ്രദേശമാണ്. 23 സർവീസുകളാണ് ഇപ്പോൾ KSRTCയിൽ സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട ഒരു കാര്യം, സ്ത്രീകൾക്ക് എല്ലാവർക്കും സൗജന്യം വേണോ എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ബസ് ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏറ്റവും ചെറിയ വരുമാനത്തിന് ജോലി ചെയ്യുന്ന, നമ്മുടെ സെയിൽസ് ഗേൾസായിട്ട് ജോലി ചെയ്യുന്ന, കടകളിൽ ജോലി ചെയ്യുന്ന, 10,000 രൂപയ്ക്ക് താഴെ ശമ്പളം വാങ്ങുന്ന എത്രയോ സ്ത്രീകളാണ്. അതേ സമയത്ത് നല്ല ശമ്പളമുള്ള ആളുകൾ കാർ ഉപയോഗിച്ചാണ് ഓഫീസിൽ പോകുന്നത്. അതിൽ കുറഞ്ഞ ശമ്പളമുള്ള ആളുകൾ ബൈക്കോ സ്കൂട്ടിയോ ഉപയോഗിച്ചിട്ടാണ് സ്ത്രീകളൊക്കെ ഓഫീസുകളിൽ കൂടുതലും പോകുന്നത്. എന്നാൽ ഏറ്റവും താഴെ തട്ടിലുള്ള സ്ത്രീകൾക്ക് അവരുടെ വരുമാനത്തെയും ബജറ്റിനെയുമാണ് ഇത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകൾക്കൊരു ഗുണം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് പുരുഷന്മാർക്ക് കൂടിയുള്ള ഗുണമാണ്. കാരണം നമ്മുടെ ഫാമിലി ബജറ്റിനെയാണ് അത് ശക്തിപ്പെടുത്താൻ പോകുന്നത്. കാരണം ഒരു സാധാരണ കുടുംബത്തിലെ ഒരു 10,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ വരുമാനത്തിൽ നിന്ന് 1,000-1,500 രൂപയെങ്കിലും ബസ്സിൻ്റെ ടിക്കറ്റിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന ഒരു ഫാമിലിയിൽ നിന്ന് 1,000 രൂപ അവർക്ക് സേവ് ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ആശ്വാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് സ്ത്രീകൾക്ക് മാത്രം എന്തിന് സൗജന്യം എന്ന ചോദ്യത്തിനോ, അല്ലെങ്കിൽ വലിയ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇതിൻ്റെ ഗുണഭോക്താക്കളാവില്ലേ എന്ന ചോദ്യത്തിനോ ഉള്ള മറുപടിയാണ് ഞാൻ ഈ പറയുന്നത്. പെരിന്തൽമണ്ണയിൽ നടന്ന ചടങ്ങിൽ പെരിന്തൽമണ്ണ നഗരസഭ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ്, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, നഗരസഭ വൈസ് ചെയർമാൻ AP ഫസൽ ഗഫൂർ തുടങ്ങിയ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും വിവിധ ജനപ്രതിനിധികളും KSRTC ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ.